കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു തെറ്റിദ്ധാരണയാണ് ഇത് UPSC ആസ്പിറൻസിന് കൂടുതൽ ഫേവറബിൾ ആണോ എന്നുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് UPSCയുടെ എക്സാം പാറ്റേണും KSന്റെ എക്സാം പാറ്റേണും ഏറെക്കുറെ സിമിലർ ആണെന്നുള്ളതാണ്. പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ എന്ന് പറയുന്ന 3 സ്റ്റേജസ് അത് 2 പരീക്ഷയ്ക്കും ഒരുപോലെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമതായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് മെയിൻസ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ പരീക്ഷയാണെന്നുള്ളതാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കേസ് നേടിയ കഴിഞ്ഞ കൊല്ലത്തെ സ്ട്രീം 1 ഭൂരിഭാഗം ആളുകളും UPSC ആസ്പിറൻസ് ആണെന്നുള്ളതാണ്. ഇതിൽ നിന്ന് പലപ്പോഴും ഉണ്ടാകാറുള്ള ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ആസ്പിറൻസിന് കേസ് നേടിയെടുക്കാനായിട്ട് ഡിഫിക്കൽട്ട് ആകുമോ എന്നുള്ളതാണ്. ഡിഫിക്കൽട്ട് അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 65 ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് 3 മേഖലയിൽ നിന്നാണ്: മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്ന 3 മേഖലകൾ കുറച്ചും കൂടി കൂടുതൽ PSC ആസ്പിറൻസിന് മുൻതൂക്കമുള്ള മേഖലകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും ഈ സബ്ജക്റ്റുകൾ അധികം പഠിക്കാറില്ല. കഴിഞ്ഞ കൊല്ലത്തെ പ്രിലിംസിന്റെ സ്ട്രീം 1 കട്ട് ഓഫ് എന്ന് പറയുന്നത് 75 മാർക്കാണ്. അപ്പോൾ 65 മാർക്ക് ഈ 3 സബ്ജക്റ്റിൽ നിന്ന് നേടിയെടുത്ത് കഴിഞ്ഞാൽ 75 മാർക്ക് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സബ്ജക്ട്സിനോടൊപ്പം തന്നെ അത്ര ഇമ്പോർട്ടൻസ് കേരള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യൻ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമി പഠിക്കുന്നതിനോടൊപ്പം തന്നെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമി, പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി പഠിക്കണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സ്വന്തം IAS പരീക്ഷ ആയതുകൊണ്ട് തന്നെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിന് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ നമുക്ക് എടുക്കാം. ഹിസ്റ്ററിയിൽ നിന്ന് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 10 ചോദ്യം വന്ന സമയത്ത് കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ, വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന 3 ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് 30 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മാത്സ്, മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന 3 സബ്ജക്ട്സും പഠിച്ചു കഴിഞ്ഞാൽ ഈ 75 എന്ന് പറയുന്ന കട്ട് ഓഫിന് മേലെ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മെയിൻസ് ഒരു റിട്ടേൺ പരീക്ഷ ആയതുകൊണ്ട് തന്നെ അവിടെ UPSC സ്റ്റുഡൻസിനുള്ള ഒരു മുൻതൂക്കം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ PSC ആസ്പിറൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിന് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷന് തുടക്കം മുതലേ തന്നെ മെയിൻസിൻ്റെ ആൻസർ റൈറ്റിങ്ങിന് കൂടി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ KS നേടിയെടുക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമല്ല.